ഡേ ഈ ഒരു ഇറച്ചിച്ചോറ് കാണുമ്പോൾ ആർക്കായാലും ഒന്ന് കൊതി വരുമല്ലേ. അപ്പൊ ഇത് പെരുന്നാളൊക്കെ ആയിട്ട് നല്ല കീടലിന് ഒരു ഇറച്ചിച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടാക്കിയത് കാണണ്ടേ? വാ. ഒരു കുക്കർ വെച്ച് അതിലേക്ക് കഴുകി വൃത്തിയാക്കിയ 1 കിലോ ഇറച്ചിയിട്ട് കൊടുത്തിട്ടുണ്ട്. കല്ലുപ്പാണ് ഇടുന്നത്. 2 സവോള നീളത്തിൽ അരിഞ്ഞത്, ഒരു തക്കാളി പഴുത്തോ നോക്കി അരിഞ്ഞത്, ആവശ്യത്തിന് കറിവേപ്പില, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്, 2 ടേബിൾ സ്പൂൺ ആണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഇച്ചിരി നന്നായിട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കണേ. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ആദ്യം ചേർക്കാൻ മറന്നുപോയി കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണേ. ഇന്ന് കുക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യാനായിട്ട് മോളാണ് കേട്ടോ കൂടെയുള്ളത്. ഭയങ്കര ആക്റ്റീവായിട്ട് കൂടെയുണ്ട്. അപ്പോൾ നമുക്ക് കുക്കർ തീയിൽ വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 1 വിസിൽ അടുപ്പിക്കണം. അതിന് ശേഷം ഏറ്റവും തീ കുറച്ച് വെച്ചിട്ട് ഒരു 4 വിസിൽ അത്ര അടുപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറച്ചി നന്നായിട്ട് വെന്ത് കിട്ടും. ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത വെള്ളവും പിന്നെ ഇറച്ചിയിൽ നിന്ന് ഇറങ്ങിയ വെള്ളമൊക്കെ ആയിട്ട് നല്ല വെള്ളവും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ഇറച്ചി മാത്രം കോരി അങ്ങ് മാറ്റി വെക്കണം. എന്നിട്ട് വെള്ളം അളന്ന് മാറ്റി വെക്കണേ. നമ്മൾ ഈ ചോറിൻ്റെ അകത്തേക്ക് ഈ വെള്ളം കൂടെ ചേർക്കും. അപ്പോൾ ചോറ് റെഡിയാക്കാനായിട്ട് നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് സാദാ ജീരകവും പെരിഞ്ജീരകവും ഇട്ട് പൊട്ടിക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് ഹോൾ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തത് അതും കൂടി ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയിട്ട് നമ്മളിത് കൈമ റൈസാണ് എടുത്തേക്കുന്നത്, റോസിൻ്റെ കൈമ റൈസ്. അപ്പോൾ 1 കിലോ അരിയുണ്ട്. ഇതൊരു 20 മിനിറ്റ് നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരു 5 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ടിട്ട്. എന്നിട്ട് നമ്മൾ വെള്ളം അളന്ന് വെച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമ്മൾ ഇറച്ചി വെന്ത വെള്ളവും ബാക്കി സാധാ വെള്ളം ചൂടാക്കിയത് അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടാണ് ഇത് ചെയ്യുന്നത്. ആവശ്യത്തിന് ഉപ്പും നാരങ്ങാനീരും ഒക്കെ ഇട്ട് കൊടുക്കുക. ചോറിന് ആവശ്യമായിട്ടുള്ളത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഹൈ ഫ്ലെയിമിലിട്ടിട്ട്. ഇപ്പോൾ അരി ഒരു പകുതി വേവായിട്ട് വെള്ളമൊക്കെ വറ്റി അരിക്കൊപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇറച്ചി കഷ്ണമൊക്കെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് തീ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ഇടണേ. നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടാണ് ഇപ്പോൾ വേവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ലോ ഫ്ലെയിം ആക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവേ. അരിയും ചോറും കൂടെ അങ്ങോട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. അപ്പോൾ അരി ഏകദേശം ഒരു 50% വേവായിട്ടേ ഉള്ളൂ. അതിനുശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് നേരം കൂടെ വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കിടിലൻ ഇറച്ചിച്ചോറ് അങ്ങോട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്തായാലും എല്ലാവരും. തീ ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ നേരം കൂടെ മൂടി വെച്ചതിന് ശേഷം കഴിച്ചാൽ മതി കേട്ടോ. നല്ല കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വെക്കാനായിട്ട് മറക്കരുതേ.